കല്ലറയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കും പോകാം. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ഇന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് താ, ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോയി. അപ്പം നീ കൊണ്ട് ചെലവിന് താ, ഞാൻ വീട്ടിലിരിക്കാം. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നതുകൊണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുവിനൊക്കെ എടുത്തിട്ട് ഏറെ കയറ്റുന്നത്. എടാ അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച് പോട്ടടേ എങ്ങനെയും. ഡാനി സത്യ, എടാ ഡാനി സത്യ, ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ് അല്ലല്ലോ. നീ പിന്നെ എന്തുവാടാ നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കടന്ന് കൊണാന്ന് പറഞ്ഞ് ഈ സംസാരിക്കുന്നത്? നാണം ഉണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുവോ? അപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായോ? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നല്ലോ. ഒന്ന് ചോണയുണ്ടെങ്കിൽ എടാ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ എടാ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചുകൊണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീയൊക്കെ ഇത്ര വലിയ സംഭവം ആക്കിയേക്കുന്നത്. എടാ അതുലിനോടാ ഇനി പറയാം. എടാ നാണവും മാനവും കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ. എടാ നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷനാണ് കിട്ടുന്നത്, മനസ്സിലായോ? എടാ നാണം ഉണ്ടോടാ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? മറന്നുപോയോ? ഇനി നിന്നെ കയറ്റണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയടാ. അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലല്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പം പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യ വാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതുപോലെ എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാതോരാതെ പ്രസംഗിക്കുന്നല്ലോ. എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നു. നിനക്ക് എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവനും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും ഒരു അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്കും തന്നിട്ടുള്ളത്. അതിനനുസരിച്ചേ രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗ് ആണ്. അപ്പൊ എന്തായാലും അതുലിനും ഡാനിക്കുമുള്ള ഒരു വാണിംഗ് ആണ്. അതായത് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ പൂട്ടാൻ പോകുന്നെന്നോ പൂട്ടിക്കാൻ നടക്കുന്നെന്നോ ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എക്സ്ക്ലൂസീവ് കണ്ടന്റ് എടുത്ത് പബ്ലിക് ആക്കുന്നു. അതൊക്കെ തെറ്റല്ലേ അതിലേ? തെറ്റല്ലേ ഡാനി? നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യാമോ? കാരണം ചേച്ചി വളരെ കഷ്ടപ്പെട്ട് 199 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് അങ്ങനെ 3000 പേരോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 3000 കഴിഞ്ഞൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കിയില്ല. അപ്പോൾ അത്രയും പേര് ഈ 199 രൂപ അടച്ച് ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ചെന്ന് ആ എക്സ്ക്ലൂസീവ് തോണ്ടിയെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് പബ്ലിക്കാക്കി കഴിഞ്ഞാൽ അത് ചേച്ചിയുടെ ബിസിനസ്സിനെ ബാധിക്കില്ലേ? 6 മാസം കൊണ്ട് ഒരു വീടും 6 മാസം കൊണ്ട് ബിസിനസ്സും 6 മാസം കൊണ്ട് ഒരു SUV കാറും എടുക്കാനിരിക്കുന്ന ചേച്ചിയാണ്. അപ്പം അവരുടെ ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം കിടക്കുന്നത് എവിടെയാ? ആ സബ്സ്ക്രിപ്ഷനിൽ. അത് തകർക്കാൻ ആരെങ്കിലും സമ്മതിക്കുമോ? എന്താ പാടേ? ഒരു വിധവയോടാണോടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരു വിധവ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോട്ടടേ അതിലേ. ഇനിയിപ്പം ചേച്ചി സബ്സ്ക്രിപ്ഷനൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാമെന്നാണ് പറയുന്നത്. പകരം ചെയ്യേണ്ടതെന്നാണ് ഈ ഡാനിയും അതിലും കൂടി ചെലവിന് കൊടുക്കണം. ഈ ചേച്ചിയും കൊച്ചിനെ മാത്രമല്ല വീട്ടുകാരെയും കൂടി നോക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കും എൻ്റെ കൊച്ചിനും എൻ്റെ വീട്ടുകാർക്കും ചെലവിനിതാ എന്നാണ് ചേച്ചി പറയുന്നത്. പിന്നെ എന്തായാലും ഒരു ഭർത്താവില്ലാത്ത സ്ത്രീ അല്ലേ എന്നും എടുത്തു പറയുന്നുണ്ട്. ഞാനൊരു ഭർത്താവില്ലാത്ത സ്ത്രീ അല്ലേ അതുലേ? അപ്പം ഇനിയിപ്പോൾ അതിലും ഡാനിയുമാണ് തീരുമാനമെടുക്കേണ്ടത്. അതായത് ഈ സ്ത്രീക്ക് ചെലവിന് കൊടുക്കുമോ? ഈ സ്ത്രീയുടെയും ഈ സ്ത്രീയുടെ കൊച്ചിൻ്റെയും അതുപോലെ ഇവരുടെ വീട്ടുകാരുടെയും മൊത്തം ഒന്നടങ്കം ചെലവും കാര്യങ്ങളും എല്ലാം സർവ്വ കാര്യങ്ങളും അതിലും ഡാനിയും നോക്കിയാൽ ചേച്ചി വീട്ടിലിരിക്കും.
സബ്സ്ക്രിപ്ഷനിൽ കയറി ചൊറിഞ്ഞതിൻ്റെ ചൊരുക്കാണ് ഈ കാണിക്കുന്നത്. ാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കില്ലേ. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം കേട്ടോടി. നീ കുറേ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ചിലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിൻ്റെ ചിലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ വാചകം അടിച്ചാൽ മതി. നിൻ്റെ ചിലവ്. എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിൻ്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം കേട്ടോടി, കള്ളിത്താത്തെ. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്താ തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുകയാണ്. ഒരു വട്ടം തന്നെ 2 വീഡിയോ 3 വീഡിയോ ഒക്കെ അങ്ങ് ഇട്ട് കഴിയുകയാണ്. ഇവരുടെ കൊച്ചിൻ്റെ പിതൃത്വം ഉണ്ടാക്കാനാണോ നാട്ടുകാരിയിരിക്കുന്നത്? ഇവർക്ക് വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ പോയി DNA എടുക്കണം, അല്ലാതെ നാട്ടുകാരാണോ എടുക്കേണ്ടത്? സത്യം പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ടും ആ മനുഷ്യന് ഒരു സ്വസ്ഥത കല്ലറയിൽ പോലും ഇവർ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവർ തന്നെയാണ് ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്, കല്ലറ പൊളിച്ച് അതിൽ നിന്നും കുഴിയിൽ നിന്ന് മാന്തി എടുത്ത് DNA ടെസ്റ്റ് നടത്താനായിട്ട്. മരിച്ച് മണ്ണോട് അടിഞ്ഞിട്ട് പോലും ഇവർ വെറുതെ വിടുന്നില്ല. ഇവരെന്തൊരു സ്ത്രീയാണ് ശരിക്കും. ഇവർക്ക് എന്ത് തലയ്ക്ക് വല്ല പ്രോബ്ലം വല്ലതും ഉണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് ഇമാതിരി കിടന്ന് ഓരോരുത്തരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ വീഡിയോ ഇടുമോ? അത് റീച്ച് കുറഞ്ഞതിൻ്റെ സങ്കടമാണ് ഈ കാണിക്കുന്നത്. അതോ ഇനിയിപ്പോൾ കിച്ചു പോയതുകൊണ്ട് കിച്ചുവിനെ തിരിച്ചു പിടിക്കാനും കിച്ചുവിനെ മുൻനിർത്തി ആൾക്കാരുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങളും പൈസകളും വാങ്ങിച്ചെടുക്കാനുള്ള തന്ത്രമോ? കിച്ചു തിരിച്ചു വരാനുള്ള തന്ത്രമാണോ? അത് കിച്ചുവിൻ്റെ അച്ഛമ്മ ഇട്ട വീഡിയോ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇവർക്ക് വട്ട് പിടിച്ചോ? എനിക്കറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുക, ഇവരെന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ വന്നിരുന്ന് വിളിച്ച് കൂവുന്നത്? കുറച്ചെങ്കിലും ബോധമുണ്ടോ സ്ത്രീയെ? നിങ്ങൾക്ക് നാണമുണ്ടോ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? നിങ്ങൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ടല്ലോ, നാണമുണ്ടോ? നാണമില്ലേ? നിങ്ങൾക്കൊരു തുള്ളി പോലും നാണമില്ലാത്ത, കുറച്ച് തുള്ളി പോലും അഭിമാനമില്ലാത്തൊരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരുത്തരെ വെല്ലുവിളിച്ച് ഇതുപോലെ തെറിയും വിളിച്ച് നട്ടാ കുരുക്കാത്ത നുണയുമായിട്ടും അതുപോലെ ജീവിതത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇതുപോലെ വന്നിരുന്ന് തള്ളുന്നത്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം കൊടുത്തൂടെ നിങ്ങൾക്ക്? നിങ്ങളെ കണ്ട് മടുത്തു ആൾക്കാർ. നിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ട് ശരിക്കും ഞങ്ങളും മടുത്തു. എന്നിട്ട് പോലും യാതൊരുവിധ കുലുക്കവും ഇല്ലാതെ വീണ്ടും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ. ശരിക്കും പറഞ്ഞൊരു വട്ടാണെന്ന് തോന്നുന്നു, വട്ട്. ശരിക്കും നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ശരിക്കും എനിക്കൊന്ന് ഈ ട്രീറ്റ്മെൻറ്റ്, ഈ ഗ്ലൂട്ടാത്തയോണും ഒക്കെ കുത്തിവെച്ച് ഈ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളും കണ്ട് സബ്സ്ക്രിപ്ഷനിൽ നിന്നും വാരിക്കൂട്ടാന്നുള്ള പ്രതീക്ഷയിലൊക്കെ വന്ന് ആ ശിവാനിയുടെ അക്കൗണ്ടൊക്കെ അടിച്ചു പോയല്ലോ. അപ്പോൾ അതുമൊക്കെ കണ്ടിട്ട് ഇവർക്ക് എന്തോ മാനസിക നില തെറ്റിയിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പരസ്പര ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പോകുന്നത്. കുറച്ചെങ്കിലും ഒന്ന് അടങ്ങ് സ്ത്രീയെ. സാധാരണ ഒരുപാട് പേരുണ്ട് ഇനി ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ വിധവയാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു ഫീൽഡിലോട്ടൊക്കെ വന്ന് ജീവിക്കുന്നത്. ആൽബം ആയാലും അല്ലെങ്കിൽ സീരിയലായാലും സിനിമയായാലും അങ്ങനെയുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തും അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ആ രീതിയിൽ ചെയ്തിട്ടും ഒക്കെ ജീവിക്കുന്ന, കുടുംബം പുലർത്തുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അവരൊന്നും നിങ്ങളെപ്പോലെ എന്നും ഈ സോഷ്യൽ മീഡിയ തുറന്ന് വെച്ചിങ്ങനെ കുറച്ച് എല്ലാവരെയും വെല്ലുവിളിച്ചും ആൾക്കാരെ ഇട്ട് വെറുപ്പിച്ച് നടക്കുന്നവരല്ല. കുറച്ചെങ്കിലും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയാണെങ്കിൽ നിങ്ങൾ ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുക, മറ്റുള്ളവരെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കാതെ. നിങ്ങൾ ജോലിയുമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. നിങ്ങളിങ്ങനെ എപ്പോഴും നിങ്ങൾക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുകയാണ് ഓരോന്നും. നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി പല കാര്യങ്ങളും. ഇനിയെങ്കിലും കുറച്ചൊന്ന് അടങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഈ ആൾക്കാരുടെ ഈ മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ ഏതൊരാളും അവർ ചിന്തിക്കുന്നതിലും അപ്പുറം പ്രവർത്തിക്കും. അവർ പല രീതികളിലും പോകും. അവർ എന്താണ് പിന്നെ കാട്ടിക്കൂട്ടുന്നത്, ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് പോലും മനസ്സിലാവത്തില്ല. അവരുടെ കയ്യിൽ നിന്ന് പോകും. അതേ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ സ്ത്രീ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം.